സമ്മർ വെക്കേഷനായിട്ട് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴാട്ടോ ഒരു പ്ലാനിങ് വന്നേ. അപ്പോൾ നമുക്കിന്ന് നേരെ പോണത് നമ്മൾ വണ്ടർലയ്ക്കാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാട്ടോ വണ്ടർല. അപ്പോൾ ഞങ്ങളുടെ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ എൻ്റർ ചെയ്തു. 10:30 ഓപ്പൺ ആയിരുന്നു. ഞങ്ങളിവിടെ 10 മണിയായപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. മോനാണെങ്കിൽ ക്ഷീണം കൊണ്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പതിവിലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവരോട് വെൽക്കം ഡാൻസും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാർട്ടൂൺ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് പിള്ളേർക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഹിന്ദുസാണ് ഇത് ഇവിടെ എണീറ്റിട്ടുണ്ട്. ഉറക്കം കിട്ട് ശരിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉള്ളിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്ത് ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. എല്ലാ റൈഡിലൊക്കെ കയറാലോ, അടിച്ച് പൊളിക്കാനൊക്കെ വിചാരിച്ചു. എവിടെ എനിക്കതിനൊന്നും പറ്റിയില്ല കേട്ടോ. ഒരാളാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു, എൻ്റെ ഒക്കത്തുനിന്നാണെങ്കിൽ ഇറങ്ങണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയത് ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവർക്ക് കൂടുതലും വലിയ വലിയ റൈഡുകളൊക്കെ ഇഷ്ടമുണ്ടാവുക. ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരോരോ റൈഡിലൊക്കെ കയറി ഞാനാണെങ്കിൽ അതിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുക. കുഴപ്പമില്ലാണ്ട് 2-3 റൈഡിലൊക്കെ എനിക്ക് കയറാൻ പറ്റി. ഇതേ മോനാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഇവരെവിടെയൊക്കെ കയറണമെന്ന് നോക്കിയത് ഇവനിവിടെ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ആണെങ്കിൽ നിലത്ത് നിർത്തി റോക്കറ്റ് വിട്ട പോലെ ഓടിപ്പോയി കേട്ടോ. അതേ കണ്ടില്ല, ഇവിടെ വെയിലത്ത് നിന്നിട്ടാട്ടോ കളിക്കണേ. ഞാനവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സൈഡിൽ കൂടെ ഓരോ റൈഡിൽ കയറാൻ പോയി. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ട്. ഞാൻ 2-3 റൈഡിലാണ് മാക്സിമം കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഫോണും കൊച്ചിനും പിടിച്ചിട്ട് കൂടുതൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ മെയിനായിട്ടുള്ള സ്ഥലം വേവ് പൂളിൽ അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ വേവ് പൂളിലേക്ക് ഇറങ്ങി കളിക്കാമെന്ന് വിചാരിച്ചു. ഇതേ മോനാണെങ്കിൽ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. അവന് എടുത്ത് ഞാൻ വെള്ളത്തിൽ നിർത്തിയതും അവൻ്റെ കരഞ്ഞു തുടങ്ങി കേട്ടോ. അങ്ങനെ ഇത്ര